പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരു ഭർത്താവ് ഇത്രമേലൊരു ഭാര്യ സ്നേഹിച്ചത്? എന്നാൽ ഞങ്ങളുടെ നാട്ടിൽ ഇത് നിത്യകാഴ്ചയാണ്. ഇത് മുസ്ലിയാർ കളത്തിൽ ബാവഹാജി എന്ന് പറയുന്ന ഞങ്ങളെ ബാക്കാക്ക സ്വന്തം സഹധർമ്മണി ഈ ലോകത്തോട് വിട പറഞ്ഞത് മാർച്ച് 2025 അന്ന് മുതൽ ഈ പള്ളിക്കാട്ടിൽ സ്ഥിരമായി കാണുന്ന ഒരു കാഴ്ചയാണ് ഇത്. എല്ലാ വഖ്ത് നമസ്കാരം കഴിഞ്ഞാലും പള്ളിക്കാട്ടിലോട്ടൊരു നടത്തമാണ് ഞങ്ങളെ ബാക്കാക്ക എത്തിപ്പെടുന്നത് സ്വന്തം സഹധർമ്മണിയുടെ ഈ കബറിനരികിൽ. അവിടെ ഇരിക്കാനൊരു ഇരിപ്പിടവും വെയില് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ടാർപ്പായം വിരിച്ച് അവിടെ ഒരുപാട് സമയം ഇരിക്കും, ദുആ ചെയ്യും. സ്വന്തം സഹധർമ്മണിയോട് ഒരുപാട് നേരം സംസാരിച്ചിട്ടാണ് തിരികെ വീട്ടിലോട്ട് നടന്നു പോകുന്നത്. ഇത് ഞങ്ങളെ കട്ടച്ചറ നാട്ടിലുള്ള എല്ലാവർക്കും നിത്യകാഴ്ചയാണ്. ഇത്രമേൽ ഒരു ഭാര്യയെ സ്നേഹിച്ചൊരു ഭർത്താവും ഈ ലോകത്തുണ്ടാകില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞങ്ങളുടെ നാട്ടിലെ ഫാത്തിൻ താത്ത എന്ന് പറയുന്ന ഇവരുടെ ഭാര്യയ്ക്ക് ഏറ്റവും വലിയ ഭാഗ്യമാണ് കിട്ടിയിരിക്കുന്നത്. ഇങ്ങനെ ഒരു സ്നേഹിക്കുന്നൊരു ഭർത്താവ്. ഇന്ന് ഭാര്യ മരിച്ചാൽ ഉടനെ പുനർവിവാഹം ചെയ്യാൻ കാത്തിരിക്കുന്ന പുരുഷന്മാരിൽ വ്യത്യസ്തമാണ് ഞങ്ങളുടെ ബാക്കാക്ക. അങ്ങനെ ഒരു ആലോചന പോലും ഇല്ലാതെ സ്വന്തം ഭാര്യയുടെ കബറിനരികിൽ തന്നെ കബറിനുള്ള ഇടം പൈസ കൊടുത്തു വാങ്ങിയിട്ട് കാത്തിരിക്കുന്ന ഈ ബാക്കാക്കയെ പോലെ ലോകത്തൊരാളും സ്വന്തം ഭാര്യയെ സ്നേഹിച്ചിട്ടുണ്ടാകില്ല. ഇത് നിത്യകാഴ്ച ആയതുകൊണ്ട് തന്നെ, ഇതൊരു മനോഹര കാഴ്ചയായതുകൊണ്ട് തന്നെ ഇത്രമേൽ സ്നേഹിക്കുന്ന ആളുകളുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു രംഗം എന്റെ മൊബൈൽ പകർത്തി നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇതൊരു ഭാഗ്യം തന്നെയാണ്. ഞങ്ങളെ ഫാത്തിൻ താത്ത, ഞങ്ങളെ നാട്ടുകാരി, അവർക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് ഇത്രമേൽ സ്നേഹിച്ചൊരു ഭർത്താവ്. ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നു ഫാത്തിൻ താത്താക്ക് ഇനിയും ഒരുപാട് ആയുസ് ബാക്കാക്കാർക്ക് ഒപ്പം കൊടുക്കേണ്ടതായിരുന്നു എന്ന്. കാരണം നമ്മളൊക്കെ ഭാര്യയായാലും മറ്റു അനുബന്ധ മാതാപിതാക്കളായാലും മരിച്ചു ആഴ്ചയിൽ വെള്ളിയാഴ്ച കബറിനരികിൽ പോയി അതിന് ഒരു സെക്കൻഡ് കൊണ്ട് പ്രാർത്ഥന കഴിഞ്ഞ് വരുന്ന സ്ഥലം കാലഘട്ടമാണ്. അവിടെയാണ് മണിക്കൂറുകളോളം ഇരിപ്പിടത്തിൽ ഇരുന്ന് ആ ഭാര്യയുമായി സല്ലപിച്ചിരിക്കുന്ന കാഴ്ച. ഇങ്ങനെ ആവണം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം. മരിച്ചാലും ആ ബന്ധം നിലനിന്നുകൊണ്ടേയിരിക്കണം. ബാക്കാക്കാക്ക് അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷെയർ